13 ലക്ഷം രൂപ ഇറങ്ങിയപ്പോൾ ഉള്ള വിലയാണ്. എന്നാലും ഫുൾ ഫിനാൻസ് ഇട്ട് വെറും 3 ലക്ഷം രൂപ കൊടുക്കുക. എത്രക്ക്? 1.75. സത്യമായിട്ടും 2 രൂപ 2,500 വരെ ലോൺ കയറും. അതിനുള്ള കാശും കൂടി 6 ലക്ഷം രൂപ. 22 വണ്ടിയാണ് ആലോചിക്കുന്നത് അല്ലേ? 6 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഷേപ്പിലുള്ള 22 വണ്ടി ഇതൊക്കെ വേറെ വരികയാണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു 3.10 3.10 15 വണ്ടി. അതും LDI ഡീസൽ വണ്ടി. LDI ഡീസൽ ഇതാകുമ്പോൾ 5,000 രൂപ കൊടുക്കുക. 23 വണ്ടി. 5,25,000 രൂപയ്ക്കാണ്. ഇത് VXI ആണോ? ഇത് VXI അല്ല, ഇത് ടൂർ തന്നെ. ടൂർ. ഓക്കെ. സാധാരണയായിട്ട് നമ്മൾ ഒരു കാറൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കൂടുതലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി നമ്മൾ ഇത് സർവീസ് ചെയ്ത് നമ്മൾ എണ്ണ കഴിച്ച് ഓടലാണല്ലേ പതിവ്. അപ്പോൾ എന്തായാലും 10 രൂപ ഉണ്ടാക്കാൻ ഒരു കുടുംബം നോക്കാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കുറച്ച് ടാക്സി വണ്ടികൾ കാണിച്ചു തരാം. അതായത് ഊബർ ഓടിക്കാനും മറ്റെല്ലാ ഉപയോഗങ്ങൾക്കും പറ്റുന്ന നല്ല കൊള്ളാവുന്ന കുറച്ച് ടാക്സി വണ്ടികൾ കാണിച്ചു തരാം കേട്ടോ. അതായത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടാക്സി വണ്ടികളാണെങ്കിൽ പോലും എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തലയോലപ്പറമ്പ് സ്ഥിതി ചെയ്യുന്ന കോട്ടയത്തിൻ്റെയും എറണാകുളത്തിൻ്റെയും ഒരു മധ്യഭാഗത്തായിട്ട് വരുന്നതാണ് തലയോലപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെയുള്ള നമ്മുടെ ഫ്ലൈ വീൽസ് ആണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ടാക്സി വണ്ടികൾ വിൽക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഷോറൂം ഇവർക്ക് തന്നെയുള്ളൂ, വേറെ ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. അമീൻ ബ്രോ, നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ ക്വാളിറ്റി ഉള്ള വണ്ടി, മാക്സിമം വിലയും കുറച്ചിട്ട് വരുന്നവർക്ക് ഫുൾ ഓണൊക്കെ ചെയ്ത് കൊടുക്കുമോ? ടാക്സിക്ക് ഫുൾ ഓൺ ട്രാക്ക് ഉണ്ടാവണം. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ചെയ്തു തരും. അതായത് ഇപ്പൊ നിങ്ങളൊരു 10 രൂപ വണ്ടിയൊക്കെ വാങ്ങിച്ച് കുടുംബം നോക്കാനൊക്കെ ആഗ്രഹിക്കുന്നത് വണ്ടിക്ക് ഒന്നാമത് ഫണ്ടിങ് പ്രൈവറ്റ് കിട്ടണ അത്രയും കിട്ടിയല്ല, ചവിട്ടാണ് ടാക്സിക്കാരെ അടവ് കുറയും എന്നൊക്കെ പറഞ്ഞു. അത്യാവശ്യം ട്രാക്ക് ഒക്കെ ഉണ്ട്, ഫുൾ ഓൺ ഒക്കെ തന്നെ നമുക്ക് മാക്സിമം കയറ്റി കൊടുക്കും. മാക്സിമം വില കുറച്ചാണല്ലോ കൊടുക്കണം, ആരാണ് ഈ ഫുൾ ഓൺ കയറുന്നത്. പിന്നെ വണ്ടികളൊക്കെ എല്ലാം പക്കയല്ലേ, പക്ക ക്വാളിറ്റി വണ്ടികളാണ്. എല്ലാ വണ്ടിയും ചെക്ക് ചെയ്ത് പുതിയപ്പെട്ടെടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഇപ്പൊ കൂടുതൽ നമ്മളൊന്നും പറയുന്നില്ല, നിങ്ങൾ വരെ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തരാം. ഇവിടെ മാരുതിയുടെ വണ്ടികളാണ്, ഇവിടെ ഇൻഡസ് ഉണ്ട്, ഉണ്ടായി ഉണ്ട്. ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ടെടുക്കുന്നത് നിങ്ങളാണ്. അതിനനുസരിച്ച് ഉത്തരവാദിത്തത്തോടുകൂടി ചെക്ക് ചെയ്തെടുക്കും. ആരെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്യണമെങ്കിൽ സർട്ടിഫൈഡ് കാർ അങ്ങനെയൊക്കെ ഉള്ളവർ കൊണ്ട് ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. അമീൻ ബ്രോ, കുറച്ചധികം വണ്ടികളുണ്ട്, നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? ആദ്യത്തെ വണ്ടി തന്നെ നമുക്ക് ഇതാ ഈ എർട്ടിക തന്നെ അങ്ങ് തുടങ്ങിയാലോ. ഇതിപ്പോ ഏതാ മോഡല്? ഇത് 2019 ആണ്. 19 മോഡലാ അല്ലേ? 2019 മോഡൽ. ഇത് മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഡിക്കി റീപ്ലേസ് ഉണ്ട്. ഡിക്കി മാത്രം അല്ലേ? ഇത് VXI ആണ് കേട്ടോ. VXI അല്ലേ? ടൂർ അല്ല അല്ലേ? പ്രൈവറ്റ് വണ്ടി ആയിരുന്നു, ടാക്സി ആക്കിയതാണ്. അത് വേറെ കേസ് ഉണ്ട്. നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആരൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട് ഓൾറെഡി. ഇതിപ്പോ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ വേറെ വണ്ടി സംഘടിപ്പിച്ചു തരും അല്ലേ? അത് തന്നെ. വണ്ടികൾ വേറെ ഇനിയും വരാനുണ്ടല്ലോ. അതെ, എർട്ടിക്കൊക്കെ ഈ ഷേപ്പിലുള്ള വണ്ടിക്കൊക്കെ നല്ല എൻക്വയറി ഉണ്ടാവും അല്ലേ? വേറെ കാര്യം, പിന്നെ ഇത് പിന്നെ മൈലേജ് ഒക്കെ അത്യാവശ്യം ഒരു 20 മേലെ കിട്ടുമോ? 20 അല്ല, CNG ആകുമ്പോൾ തന്നെ 10, 25, 30 ഇടയിൽ എന്താണെങ്കിലും കിട്ടും അല്ലേ? CNG കൂടി ആയതുകൊണ്ട്. CNG ശരി, ഇതിപ്പോ നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമുക്ക് 7 രൂപ. 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ. അടിപൊളി. അതായത് ആലോചിച്ച് നോക്കണം, 7 ലക്ഷം രൂപയ്ക്ക് ഈ ഷേപ്പിലുള്ള വണ്ടി 2019 വണ്ടി അല്ലേ? അത് ഇതൊക്കെ നിങ്ങൾക്ക് മാക്സിമം പുതിയ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. 2 കൊല്ലത്തേക്കുള്ള പേപ്പർ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാം. ആണെങ്കിൽ തന്നെ ഈ ഒരു പ്രൈസിലൊക്കെ വേറെ കൊടുത്തൂടെ? വണ്ടികൾ ഇഷ്ടം പോലെ വരാനുണ്ട്. അടുത്തത് ലോഡ്ജിയാണ്. ലോഡ്ജ് ചെയ്താൽ മോഡൽ ഇപ്പൊ ലോ ബഡ്ജറ്റ് 7 സീറ്റ് 8 സീറ്റ് തപ്പി നടക്കുന്നവർക്ക് വേണ്ടി പുതിയ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. 13 ലക്ഷം രൂപ ഇറങ്ങിയപ്പോൾ ഉള്ള വിലയാണ്. എന്നാലും ഫുൾ ഫിനാൻസ് ഇട്ട് വെറും 3 ലക്ഷം രൂപ കൊടുക്കുക. അതായത് ഇത് RX ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അത് തന്നെ. ഇത് മോഡൽ ഏതാ പറഞ്ഞ ബ്രോ? ഇത് 2015 ഡീസലില് 1.5 ആണ്. വെറും 3 ലക്ഷം രൂപയ്ക്ക് 15 7 സീറ്റ് വണ്ടി. അതും ടാക്സിയാണ്. നല്ലോണം മൈലേജ് കിട്ടുന്ന വൃത്തിയുള്ള വണ്ടി അല്ലേ? അതെ അതെ. അടുത്തതും ഒരു ടാക്സി വണ്ടി. ഇതേതാ? ആസ്പയറാ? ഇത് ഫോർഡ് ആസ്പയർ. ലൈവ് പേപ്പർ ഇപ്പൊ നിലവിൽ തീർന്നു കിടക്കുവാണ്. പേപ്പർ എടുക്കണം അല്ലേ? ചെറിയ വിലക്ക് കൊടുത്തേക്കാം. ഇന്റീരിയർ അടിപൊളിയാണ്. 2016 മോഡൽ വണ്ടിയാണ്. 16 ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. അതായത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അലോയ് വീൽസ് ഉണ്ട്. വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസ് ഒന്നുമില്ല. പല വണ്ടി ഇപ്പൊ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തെടുത്തോളൂ. ഇതിന്റെ പേപ്പർ തീർന്നു കിടക്കുവാണ് കേട്ടോ. പേപ്പർ എടുക്കണം. പേപ്പർ എടുക്കാനാണ് 1,75,000 രൂപ കൊടുക്കുക. എത്രക്ക്? 1.75. സത്യമായിട്ടും 2 രൂപ 2,500 വരെ ലോൺ കയറും. അതിനുള്ള കാശും കൂടി നമുക്ക് ഫിനാൻസിൽ ചെയ്യാവുന്നതാണ്. 16 വണ്ടി നിലവിൽ അപാകത ഒന്നും ഇല്ലാത്ത വണ്ടി. CF എടുക്കണം അല്ലേ? CF എടുക്കണം. CF ഇപ്പൊ തീർന്നു കിടക്കും. അതിനൊരു 10-30 രൂപ 30 രൂപ വരും അല്ലേ? എന്നാലും 1.60 കൊടുക്കാൻ 1.75 അല്ലേ? 1.75 കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്ക് അതിന്റെ മാന്യമായ വില. മാക്സിമം ഞാൻ പറഞ്ഞല്ലോ, മാക്സിമം കുറച്ച് കൊടുക്കുക എന്നുള്ള നമ്മുടെ. ഓക്കെ, അപ്പൊ എന്തായാലും പേപ്പർ എടുത്താൽ മതി. എന്നാലും നിങ്ങൾക്ക് 2 ലക്ഷം രൂപ ആവുള്ളൂ അല്ലേ? അത് തന്നെ. അത് മോശമൊന്നുമില്ല. കിടിലൻ സാധനം കേട്ടോ. ഡീസലാണ്. അതുപോലെ തന്നെ വാഗണറോ? വാഗണർ 2019 മോഡൽ CNG വണ്ടിയാണ്. 27 വരെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 19 ടൂർ അത്. ഓക്കെ, അതായത് ടൂർ ആണെങ്കിൽ പോലും വണ്ടി നല്ല ഇത് ടൂറാന്ന് VXI വണ്ടി. VXI ടൂറല്ല. കൊള്ളാം. അത്യാവശ്യം ഫുൾ ഓപ്ഷനിൽ തന്നെ വരുന്ന ലാസ്റ്റ് വണ്ടി. പിന്നെ വേറെ കേസ് ഉണ്ട്. പിന്നെ ഇത് CNG വരുമ്പോൾ 30 കിലോമീറ്റർ മൈലേജ് അല്ലേ? 30 കിലോമീറ്റർ ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. ടാക്സി ഒക്കെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് സാധനം കേട്ടോ. ഒന്നും പറയണ്ട,
നല്ല വൃത്തിയുള്ള വണ്ടി. മാക്സിമം ഒരു 3,00,000 രൂപയ്ക്ക് വരെ ലോണും കയറും. നമുക്ക് 3,85 കൊടുത്തേക്കാം. 3,85 19 വണ്ടി. 19 വണ്ടി മാനുവൽ അല്ലേ? അതും 30 കിലോമീറ്റർ മൈലേജ്. 30 കിലോമീറ്റർ മൈലേജ്. ഊബറൊക്കെ ഓടിക്കാൻ ബെസ്റ്റ് സാധനം അല്ലേ? യൂബർ അറ്റാച്ച്ഡ് വണ്ടിയായത്. അറ്റാച്ച്ഡ് ആണ്. അപ്പൊ കൊണ്ടുപോയി ഓടിച്ചാൽ മതി. അതെ, എടുത്ത് ഓടിച്ചാൽ മതി. അപ്പൊ എന്തായാലും കൊള്ളാം. ഫുൾ ലോണും കിട്ടും കേട്ടോ. കിട്ടും. അതുപോലെ തന്നെ ഈ കിടക്കുന്ന ഇയോൺ ആണെങ്കിലോ? ഇയോൺ 2018. ഇത് 18 ആണ്. ഇതും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ. ഇത് ഇറാ പ്ലസ് അല്ലേ? ഇറാ പ്ലസ്. ഇത് ആവുമ്പോ 1.25 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പുതിയ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. CNG കയറ്റിയിട്ടുണ്ട്. കാലിബ്രേഷൻ തീർന്നു കിടക്കുവാന്ന് എനിക്ക് തോന്നുന്നത് ചെയ്യേണ്ടി വരും. ഇതാവുമ്പോ നമുക്ക് ഒരു 2,00,000 രൂപ കൊടുത്തേക്കാം. 2,00,000 രൂപയ്ക്ക് 18 വണ്ടി. CNG കിറ്റിന് ഫുൾ ലോൺ കയറും. കിറ്റിന് മാത്രം ഏകദേശം ഒരു 50 രൂപ റേഞ്ച് ആവും. അതെ, ആർക്കെങ്കിലും വേണേ ഒന്ന് നോക്കിയോ. ഇതൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രൈസിലൊക്കെ ഇതേപോലത്തെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2016. ഇതൊക്കെ യൂബർ അറ്റാച്ച്ഡ് വണ്ടിയാ കേട്ടോ. 16 ഊബർ അറ്റാച്ച്ഡ് ആണ്. ഇത് കിലോമീറ്ററോ? ഇതിന്റെ 1 ലക്ഷം സംതിങ് കിലോമീറ്റർ ഉള്ളൂ. 1 സംതിങ് ഓടി ഉണ്ട് അല്ലേ? ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല ഇന്റീരിയർ ഒക്കെ പക്ക നീറ്റ് ആണ്. ഇത് CNG ആണ് കേട്ടോ. CNG ആണ്. അതൊക്കെ നല്ല മൈലേജ് അല്ലേ? നല്ല. ഇതൊക്കെ 10, 30, 35 വരെ കിട്ടും. 800 cc അല്ലേ? വണ്ടി അപാകത ഒന്നുമില്ലോ? ഇല്ല, വണ്ടി അപാകത കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല അല്ലേ? അപ്പോ ഇത് കിലോമീറ്റർ 16, മോഡൽ 16 ആണ്. വിലയോ? ഇതൊക്കെ ആവുമ്പോ 2 രൂപ. 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം അല്ലേ? കൊടുത്തേക്കാം. അടിപൊളി. അതൊക്കെ നിങ്ങൾ നോക്കിക്കോ, വന്നിട്ട് ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. അതുപോലെ തന്നെ 2016 മോഡൽ ഡിസയർ ടൂർ. 16 ഡിസയർ ടൂർ അല്ലേ? അടിപൊളി. ഡീസൽ അല്ലേ? ഡീസൽ. ഇതിന് 14 കിലോമീറ്റർ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ. നമ്മുടെ മറ്റേ കോട്ടൺ സെറ്റിനല്ലേ? അതെ അതെ, കൊള്ളാട്ടോ. ഇന്റീരിയർ ഒന്നും മോശമൊന്നുമില്ല. അടുത്ത ആദ്യം വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ അല്ലേ? ചെറിയ വില 3,20,000 രൂപ. 3,20,000 16 ഈ ഷേപ്പ് വരുന്ന വണ്ടി കേട്ടോ. മാക്സിമം ഈ പറഞ്ഞ പോലെ ഫുൾ ലോൺ വരും. 3 രൂപ കണ്ണും പൂട്ടി കയറണം കേട്ടോ. അത് മാക്സിമം. പിന്നെ നമുക്ക് ലോണൊക്കെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അപാകത ഒന്നുമില്ലല്ലോ? ഇല്ല, അപാകത കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എന്തായാലും ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോ. ടാക്സി ഒക്കെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അവർ ഇയോണും കൂടി. അത് 2017 ഇയോൺ. പുതിയ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കണതാണ്. യൂബർ അറ്റാച്ച്ഡ് വണ്ടിയാണ്. 17 അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. 1 ലക്ഷം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഇതൊക്കെ നല്ല നീറ്റാട്ടോ വണ്ടി. പുതിയ ടെസ്റ്റ് കഴിഞ്ഞ മാസം കഴിഞ്ഞത്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ ഗ്യാരണ്ടി അല്ലേ? ഗ്യാരണ്ടി ആണ്. ഓക്കെ, നല്ല കട്ട ടയറും ഉണ്ട് കേട്ടോ. അതെ അതെ, ടയർ കാര്യങ്ങളെല്ലാം. വണ്ടി മെക്കാനിക്കും പക്കയാണ്. CNG കാലിബ്രേഷൻ ഒക്കെ ആയിട്ട് 2027 വരെ കിടപ്പുണ്ട്. ശരി, ഇതിപ്പോ നമുക്ക് എന്താ വില? ഇതാവുമ്പോ നമുക്ക് 2,20,000 കൊടുക്കാം. 2,20,000 കൊടുക്കാം. 17 വണ്ടി അല്ലേ? 17 വണ്ടി. അതും മൊത്തം പേപ്പറുള്ള വണ്ടി. ഇനി ഇതാ ഒരു ഇത് 2017 ഡിസയർ ടൂർ. 17 അല്ലേ? അതായത് ഈ മോഡൽ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും 10, 12 ഇത് 17 മോഡലിൽ ഡിസയർ ടൂർ വന്നാട്ടോ. ഇത് 2020 ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് കേട്ടോ. അതെ അല്ലേ? മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? ഇതിന്റെ ബോണ്ട് ആൻഡ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. മേജർ ഒന്നുമല്ലോ? ഇല്ല, മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഓവറോൾ ഫുള്ള് കമ്പനി സർവീസ് അപ് ടു ഡേറ്റ്. 1 തൊട്ട് അവസാനം വരെ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഇതൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് ഇപ്പൊ ടാക്സി ഒക്കെ ഉപയോഗിക്കും. പാക്കേജ് കാര്യങ്ങളൊക്കെ ഓടുന്നവർക്കാണ് ഡിക്കി സ്പേസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ടൂർ. അതെ അതെ അതെ, ടയറൊക്കെ നല്ല കട്ട ടയറുണ്ട്. പിന്നെ ഇതിപ്പോ നമുക്ക് എത്ര വില പറഞ്ഞാൽ? 17. ഇതാകുമ്പോൾ നമുക്ക് 3,60. 3,60 17 മോഡൽ ഉണ്ടെന്നാണ്. 17 മോഡൽ. ഓക്കെ, പേപ്പർ കാര്യങ്ങളൊക്കെ പക്കയാണ്, മോശമൊന്നുമില്ല. അതിന്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒരു നാനോയും കൂടി കാണിച്ചിട്ട് മോഡൽ. അത് 2014 വണ്ടി. 14. ഇത് നമുക്ക് ടാക്സി ആക്കാൻ പറ്റുമോ? ടാക്സി ആക്കാം, വേണമെങ്കിൽ ചെയ്യാം. ആരും ചെയ്യാറില്ല അല്ലേ? ചെയ്യാതെ ഓട്ടം കിട്ടൽ കുറവായിരുന്നു. ഊബറൊക്കെ ഓടിക്കാൻ ചെയ്തൂടെ? അറിയില്ല കറക്റ്റായിട്ട്. അതെ, ഒക്കെ നിങ്ങൾ നോക്കി. 14 മോഡൽ ന്യൂ ഷേപ്പ് വന്ന വണ്ടിയാണ് ഇത്. ട്വിസ്റ്റ് ആണോ? ഓക്കെ, എന്താ വില? 70 രൂപ. 70 രൂപ. എന്ത് കൂടുതൽ പറയാനല്ലേ? 70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതാ നാനോ വണ്ടി എടുത്തോണ്ട് പോകാം. അത്യാവശ്യം 2014, 29 വരെ പേപ്പർ ഉള്ള കേട്ടോ. അതെ അല്ലേ? അപ്പൊ നമ്മൾ ഇതുവരെ കാണിക്കാത്ത ഇതിനും കിട്ടും 10, 30, 35 മൈലേജ് ഒക്കെ അതെന്തായാലും കിട്ടും. ഇതുവരെ നമ്മൾ കാണിക്കാത്ത ഒരു സംഭവമാണ് ഓട്ടോറിക്ഷ അല്ലേ? ഓട്ടോറിക്ഷ. ഇത് നമ്മുടെ നാട്ടില്, അതായത് ഒരുപാടധികം ആൾക്കാർ അരി മേടിക്കുന്ന സാധനം അത്. അതെ. ഇത് മോഡൽ ഏതൊക്കെ? 2016 ആൽഫ. 16 ആൽഫ അല്ലേ? ജസ്റ്റ് ഇപ്പൊ ടാക്സിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോട്ടെ ഓർത്തിട്ടാണ് കാണിക്കുന്നത്. പാർക്കാൻ സെയിലും കയറി വന്നേക്കണാണ് കൂടുതൽ. അതെ അല്ലേ? 16 മോഡലാണ്. ഇതിപ്പോ എന്ത് വരും? അടുത്ത വർഷം വരെ പേപ്പർ ഉണ്ട്. ഇതൊക്കെ ആകുമ്പോൾ പുള്ളി ചോദിക്കണം 1,60. 1,60 അല്ലേ? അതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല. വില നിലവാരത്തെ കുറിച്ച് നിങ്ങൾ വന്ന് സംസാരിച്ചോളൂ അല്ലേ? അതെ അതെ, നമുക്ക് ഡയറക്ടർ ഓണറെ മുട്ടിച്ചു കൊടുക്കാം. അതെ അതെ, മാക്സിമം കുറച്ച് കൊടുക്കാനുള്ള കുറച്ചാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അടിപൊളി. എനിക്കറിയില്ല എന്റെ വില, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ശരി, ഇനി ഇത് ഈ ഡിസൈർ ആണെങ്കിലോ? ന്യൂ ഷേപ്പ്. ഇത് 2022. 22 മോഡൽ. അത് 22 CNG. പക്ഷെ ഇത് കച്ചവടമായി കേട്ടോ. കച്ചവടമായി അല്ലേ? എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വണ്ടി കൊടുക്കാണ്ടാവൂലേ? വണ്ടികൾ വരും. ലിസ്റ്റ് ഉണ്ട്. 22 മോഡലാണ്. ഇത് എന്ത് വരയ്ക്ക് നമ്മളിപ്പോൾ കൊടുത്തേ? ഇത് 6 രൂപ. 6 ലക്ഷം രൂപ. 22 വണ്ടിയാണ് ആലോചിക്കുന്നത് അല്ലേ? 6 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഷേപ്പിലുള്ള 22 വണ്ടി. ഇതൊക്കെ വേറെ വരികയാണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് തരും കേട്ടോ. അതുപോലെ തന്നെ അവിടെ ഒരു റിച്ച് കിടക്കണ്ടല്ലോ, അതോ? അതും പുതിയ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 2015 മോഡൽ ഡീസൽ വണ്ടിയാണ് കേട്ടോ. 15 ഡീസൽ VDI. VDI അല്ല, LDI ആണ്. LDI ആണല്ലേ? ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഉണ്ട്. പുത്തൻ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഊബറിന്റെ പരിപാടിയൊക്കെ പറ്റിയ സാധനം. ഊബർ ഉള്ള വണ്ടിയാണ്. അതെ. ഇത് ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ്. ഒന്ന് അയച്ചു കൊടുത്താ കേട്ടോ. മോശമൊന്നുമില്ല കേട്ടോ.
നല്ല അടിപൊളി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അയച്ചു കൊടുക്കാം. വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. വണ്ടിയുടെ ഫുൾ ഫോട്ടോ ഇന്റീരിയർ കാര്യങ്ങളെല്ലാം നമുക്ക് അയച്ചു തരാം. നമ്മൾ പറഞ്ഞതിൽ കൂടുതൽ എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും ചോദിച്ചാൽ മതി അല്ലേ? അതെ അതെ. ശരി, ഇതിപ്പോ നമുക്ക് എന്താ ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു 310 310 15 വണ്ടി. അതും LDI ഡീസൽ വണ്ടി. LDI ഡീസൽ ഇതൊക്കെ മാക്സിമം ഫുൾ ഓൺ കയറി ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് 2017 മോഡൽ എറ്റിയോസ് 17 എറ്റിയോസ് അല്ലേ? സിംഗിൾ ഓണർ 120 കിലോമീറ്റർ. കാര്യം ചോദിക്കട്ടെ, ഇത് നമുക്ക് പ്രൈവറ്റ് ആക്കി കൂടെ? പ്രൈവറ്റ് ആക്കാമല്ലോ. വലിയ ചിലവുണ്ടോ? ഇല്ല, പ്രൈവറ്റ് ആക്കാൻ അത്ര വലിയ ചിലവില്ല. ടാക്സി ആക്കാൻ നേരത്തെ നമുക്ക് മെയിൻ ആയിട്ട് ചിലവ് കൂടും. അതെ അതെ അതെ. ഇതിപ്പോ നിങ്ങൾക്ക് ഇപ്പോ എന്താ പറയാ, ഒരു പ്രൈവറ്റ് ആക്കി ഉപയോഗിക്കാൻ ആർക്കും താല്പര്യം അങ്ങനെ എടുക്കാം. പിന്നെ നല്ല ഇഷ്ടം പോലെ ഉണ്ട്. അടിപൊളി ഇന്റീരിയർ ഒക്കെ കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും 17 വണ്ടി ഒറിജിനൽ കേരള അല്ലേ? ഒറിജിനൽ കേരള വണ്ടി 1,20,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. ഡീസൽ വണ്ടി. ആലോചിക്കണം, ഇതൊക്കെ തപ്പി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ടാക്സി എങ്കിൽ ടാക്സി, പ്രൈവറ്റ് എങ്കിൽ പ്രൈവറ്റ്, എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകാം. ഇത് നമുക്ക് എന്താ ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 585 കൊടുക്കാം. 585 17 വണ്ടി കൊടുക്കാം അല്ലേ? അതൊന്നും ഇത്രയും ക്വാളിറ്റി ഉള്ള മൈലേജ് കിട്ടുന്ന ഒരു ഇതൊക്കെ 10-24 കിലോമീറ്റർ ഗ്യാരണ്ടി ആയിട്ട് മൈലേജ് കിട്ടും. നിന്ന് കിടന്ന് ഓടിക്കോളും. അതെ, ചത്ത് കിടന്ന് ഓടും. 10 ലക്ഷം ഓടിയാലും നിന്ന് കിടന്ന് ഓടിക്കും. അതെ. അടുത്തത് ഇതാ സ്വിഫ്റ്റ്. ഇത് 2014 VDI ആണ് കേട്ടോ. 14 VDI. കിലോമീറ്ററോ? ഇതിന്റെ കിലോമീറ്റർ 1.28 അങ്ങനെയാണ്ട് കിടക്കുന്നത്. അത്ര ഓടിയിട്ടുള്ളൂ? 1 അല്ല 2 ഓടിയിട്ടുണ്ട്. സോറി. അതൊക്കെ കിലോമീറ്റർ ഒക്കെ പക്കയായിരിക്കും. ഫുള്ള് ഇതുള്ളതാണ്. ശരി, ഇതിപ്പോ നമുക്ക് എന്താ വില വരിക? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 310. 3,10,000. VDI ആണ് കേട്ടോ, ടൂറല്ല. എന്തെങ്കിലുമൊക്കെ റേറ്റ് നെഗോഷ്യബിൾ ആവൂലേ? എന്തായാലും നമുക്ക് ചെയ്ത് കൊടുക്കാം. പറ്റുന്നതിന്റെ മാക്സിമം ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു വാഗണർ. ഇത് 2023 മോഡല്. 23 ആണ്. ഇത് കിലോമീറ്ററൊക്കെയോ? ഇത് 72,000 കിലോമീറ്റർ. 72 87,000 കിലോമീറ്റർ. 21/2/2023 CNG വണ്ടിയാണ്. 30 വണ്ടിയാണ്. ഇത് പുതിയ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാട്ടോ. 27 വരെ പേപ്പർ ഉണ്ട്. അതെ അല്ലേ? നല്ല നീറ്റ് ആട്ടോ ഇന്റീരിയർ ഒക്കെ. എക്സ്റ്റീരിയർ മോശമൊന്നുമില്ല. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഇല്ല, മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. കണ്ടോ ഇന്റീരിയർ ഒക്കെ കണ്ടോ? ആൻഡ്രോയിഡ് സ്ക്രീൻ ഒക്കെ സെപ്പറേറ്റ് ചെയ്താണ്. ഇതൊക്കെ ഊബർ അറ്റാച്ച്ഡ് ആയിരിക്കും. ഊബർ അറ്റാച്ച്ഡ് വണ്ടിയാണ്. അതെ. ഇതിനൊക്കെ നല്ല മൈലേജ് കിട്ടും. 35 കിട്ടും ഇതിന്. അതെ, എടുത്തോണ്ട് പോയാൽ നിങ്ങൾക്ക് ഇത് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? നമുക്ക് എന്ത് വിലയുണ്ട് ബ്രോ? ഇതാകുമ്പോൾ 5,000 രൂപ കൊടുക്കാം. 23 വണ്ടി. 5,25,000 രൂപയ്ക്കാണ്. ഇത് VXI ആണോ? ഇത് VXI അല്ല, ഇത് ടൂർ തന്നെ. ടൂർ. ഓക്കെ. അപ്പൊ എന്തായാലും നോയിക്കോ, ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യണ്ട. ചെറിയ വിലക്കൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കുറെ വണ്ടികളാണ്. അപ്പൊ ഒരു ഇന്നോവയും കൂടെ കാണിച്ചു കൊടുക്കാം. 4 രൂപ വരെ ലോണും കയറും കേട്ടോ. 4.25. അല്ല, നമ്മളിപ്പോ ഈ പറഞ്ഞ വണ്ടിക്കൊക്കെ മാക്സിമം ലോൺ ചെയ്യാൻ മാക്സിമം ലോൺ ചെയ്യാവുന്ന വണ്ടികളാണ്. ഈ ടാക്സി ആണെങ്കിലും കുറച്ചല്ലേ കുറയുള്ളൂ, വലിയ കുറച്ചിൽ കുറയുമോ ലോൺ? ടാക്സിക്ക് സാധാരണ പ്രൈവറ്റ് വണ്ടിക്ക് 70% എന്നാണ് പറയണത്. പിന്നെ വില കുറയുന്നതിനനുസരിച്ചാണ് ഈ ഫുൾ ലോൺ കാര്യങ്ങളൊക്കെ കയറി വന്നത്. എന്നാലും മാക്സിമം നമുക്ക് ചെയ്യാം. അതായത് ഇവിടുന്ന് വണ്ടി എടുക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ സഹായം ചെയ്യാം, മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാവുന്നല്ല നമുക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ ലാസ്റ്റ് വണ്ടി നമുക്ക് ഒരു ഇന്നോവ കാണിച്ചു കൊടുക്കാം. ഇത് 2013 മോഡല്. 13 ആണ്. കേരള വണ്ടി. പേപ്പർ കേരള ആണല്ലോ അല്ലേ? കേരള അല്ല, റീവണ്ടിയാണ്. അതെ, KL7 പേപ്പർ ആയതാണ് അല്ലേ? അതെ. G4 ആണ്. ഇതും പുതിയ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെ, ആലോവീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ മോശമൊന്നുമില്ല അല്ലേ? ഇല്ല. ഇന്റീരിയർ മെക്കാനിക് ഒക്കെ പക്കാ ക്വാളിറ്റിയാ. അതെ അല്ലേ? ബാറ്ററി ഊരിയിട്ടേക്ക്. തുറക്കട്ടെ. തുറന്നു. ഇതിന്റെ ഇന്റീരിയർ അത്യാവശ്യം സീറ്റും കാര്യങ്ങളൊക്കെ കവറൊക്കെ അടിപൊളിയായി തന്നെയാണ് കേട്ടോ. പിന്നെ ടൈപ്പ് 4 ആക്കിയേക്കണാണ് കേട്ടോ. ടൈപ്പ് 4 ആക്കിയതാണ്. ഇത് മോഡൽ എന്ന് പറഞ്ഞാൽ 2013. ടൈപ്പ് 4 ആക്കുമ്പോൾ എനിക്ക് ആ ഗ്രില്ല് മാത്രമല്ലേ മാറ്റേണ്ടുള്ളൂ. ഗ്രില്ലും ബമ്പറും ബോണറ്റ് മാറണ്ട. ഇത് ടൈപ്പ് 3 അല്ലേ വരിക? അപ്പൊ അങ്ങനെ വരുമ്പോ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? മേജർ ആയിട്ടില്ല. ബോണറ്റ് മാറിയിട്ടുണ്ട്. സംഭവങ്ങൾ മാറിയത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ അപാകത ഒന്നും ഇല്ലാന്ന് ഉറപ്പല്ലേ? വേറെ ഈ ഡോറിന്റെ സൈഡിൽ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. വർക്ക് മാത്രമല്ല, വർക്ക് എടുത്തേക്കണം. മേജർ അല്ല, അബ്രോമുട്ടിയോ കാര്യങ്ങളോ ഫ്ലഡോ അതൊന്നുമില്ല. അതൊക്കെ 100% ഗ്യാരണ്ടി. ചെറിയ തട്ടുമുട്ട് കുറച്ചിലില്ലാത്ത വണ്ടികളൊന്നും ഇല്ല. അതെ. ഇത് നമുക്ക് എന്താ വില? നമുക്ക് 5,35. 5,35,000. 13 വണ്ടി അല്ലേ? 13 വണ്ടി പുതിയ പേപ്പർ എടുത്ത് നമുക്ക്. അതെ, വേണേ ടാക്സി ആക്കാം, വേണേ പ്രൈവറ്റ് ആക്കാം, എങ്ങനെ വേണം ചെയ്യാം അല്ലേ? കൊണ്ടുപോകുന്ന സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടെ. ആർക്കെങ്കിലും വേണമെങ്കിൽ മിസ് ചെയ്യണ്ട. ഇതൊക്കെ കിട്ടുമ്പോഴേ നല്ല വണ്ടികൾ കിട്ടുള്ളൂ അല്ലേ? നല്ല ക്വാളിറ്റി വണ്ടികളാണ് മാക്സിമം എല്ലാം കിടക്കുന്നത്. നമ്മൾ ഈ ഒരു ഷോറൂം ഫോക്കസ് ചെയ്ത് തന്നെ ടാക്സിക്ക് വേണ്ടി മാത്രമാണ്. അതും കസ്റ്റമേഴ്സിന്റെ കയ്യിലുള്ള വണ്ടികൾ മാത്രമേ എടുത്തിടാറുള്ളൂ. യാടി കിടക്കുന്ന വണ്ടികളോ അങ്ങനെയുള്ള ക്വാളിറ്റി വണ്ടികളാണ്. ഇപ്പൊ ഈ ടാക്സി ആകുമ്പോൾ എന്തായാലും കുറച്ച് കിലോമീറ്റർ ഓടും. അതുകൊണ്ട് തന്നെ ആ കിലോമീറ്റർ ഓടിയാലും വണ്ടി പക്കയല്ലേ? അതെ, വണ്ടി ഞാൻ പറഞ്ഞല്ലോ, വണ്ടി ഫുള്ള് നമുക്ക് കമ്പനി കൊണ്ട് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എടുത്താൽ മതി. അതിനുള്ള സാഹചര്യം എല്ലാം നമുക്ക് സെറ്റ് ആയി തരാം. എന്ത് സൗകര്യവും ചെയ്യും, എല്ലാ സൗകര്യം നമുക്ക് സെറ്റ് ആയി കൊടുക്കാം. അടിപൊളി. അപ്പൊ എന്തായാലും ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യേണ്ട. ആർക്കെങ്കിലും ടാക്സി വണ്ടി എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഓട്ടോറിക്ഷ അടക്കം ഇത്രയും വണ്ടികളുണ്ട്. ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അമീൻ ബ്രോയുടെ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് വണ്ടികളും മാക്സിമം ഫുൾ ഓൺ ആയി കയറ്റി കൊടുക്കാവുന്ന വണ്ടികൾ കിടപ്പുണ്ട്. പ്രൊഫൈൽ വർക്ക് ചെയ്തില്ല? പ്രൊഫൈൽ വർക്ക് ആണെങ്കിൽ ഓക്കെ, എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ടാക്സിക്കായിട്ട്, അതെ, ടാക്സിക്ക് വേണ്ടി മാത്രം നമ്മൾ ടാക്സി പിന്നെ ചെറിയ ലോ ബഡ്ജറ്റിനും കൂടി മാത്രമേ ഇട്ടേക്കണം. അതെ. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ടാക്സി വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമീൻ ബ്രോയെ കോൺടാക്ട് ചെയ്തത് നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ഏത് വണ്ടിയാണെങ്കിലും ക്വാളിറ്റി ഉള്ളത്, നല്ല വില, മാക്സിമം ക്വാളിറ്റി ഉള്ള വണ്ടികൾ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പാർട്ടിയുടെ എന്നുള്ള വണ്ടികൾ മാത്രം നമ്മൾ കൊടുക്കുന്നുള്ളൂ. അത് 100% ഗ്യാരണ്ടിയാണ്. അതാണ്. നിങ്ങൾ വരിക, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ എന്തൊക്കെ പറഞ്ഞാലും. എന്നാൽ ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യാണ്. ടാക്സി വണ്ടി വേണ്ട ഒരു നേരിങ് പോലെ എറണാകുളത്തിൻ്റെയും കോട്ടയത്തിൻ്റെയും നടുക്ക് തലയോലപ്പുറം ഫ്ലൈ വീൽസിലേക്ക് വന്ന വണ്ടികൾ അവൈലബിൾ ആണ്. കോൺടാക്ട് ചെയ്തോളൂ. അടുത്തൊരു കിടൽ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും